ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾ പോകുന്നത് വിചിത്രമായ ആവേശത്തിലേക്കാണ്. ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഫഹദ് ഫാസിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഒരു റോളിൽ ഒരു സിനിമ തിയേറ്ററിൽ വരുന്നത്, കംപ്ലീറ്റ്ലി മാസ് മൂഡിൽ ഒരു പടം തിയേറ്ററിൽ വരുന്നത്. ചിത്രത്തിൽ വലിയ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ട് സിനിമയ്ക്ക്. ജിത്തു മാധവൻ, രോമാഞ്ചം എന്ന സിനിമയുടെ ഡയറക്ടർ ജിത്തു മാധവൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. പിന്നെ വിവേക് ഹർഷൻ്റെ എഡിറ്റിങ്, സമീർ താഹിറിൻ്റെ സിനിമാറ്റോഗ്രാഫി, നേരത്തെ പറഞ്ഞ പോലെ ഫഹദ് ഫാസിലിന് കംപ്ലീറ്റ്ലി വേറിട്ട ഒരു ക്യാരക്ടർ പെർഫോമൻസ്, അങ്ങനെ വലിയ ഹൈപ്പോടെയും പ്രതീക്ഷകളോടെയാണ് സിനിമ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, മൂന്ന് കുട്ടികൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരോട്ട് പഠിക്കാനായിട്ട് എത്തുന്നു. അവിടെ വെച്ച് ഒരു കോളേജ് വെച്ച് കണ്ടുമുട്ടുന്നു, ഒരു കൂട്ടുകാരാകുന്നു. പിന്നീട് അവിടെ ബാംഗ്ലൂർ തന്നെയുള്ള രംഗ എന്ന് പറയുന്ന ക്യാരക്ടർ, അതാണ് ഫഹദ് ഫാസിൽ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര്. ആ രംഗ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്നു. പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. വളരെ രസകരമായി തന്നെ ജിത്തു മാധവൻ ഈ സിനിമയുടെ ഒരു പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. നമുക്കത് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. സിനിമ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കാണുമ്പോൾ നല്ല കോമഡി എലമെൻസും സസ്പെൻസും ആക്ഷനും ഒക്കെ ഇട്ടിട്ട് നല്ല ഒരു ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് മിക്സായിട്ട് സിനിമ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ജിത്തുവിന് സാധിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ആ ഒരു പ്രസൻറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മെയിൻ ഫാക്ടേഴ്സ് അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ എഡിറ്റിങ്ങുമാണ്. സിനിമാറ്റോഗ്രാഫി സമീർ താഹിറാണ്, നേരത്തെ പറഞ്ഞ പോലെ ഗംഭീരമായ ഫ്രെയിംസാണ്. ഫ്രെയിമിൽ ഉപയോഗിച്ചിരുന്ന കളേഴ്സ് ആയാലും ശരി, കോസ്റ്റ്യൂംസ്, ഈ ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂംസ്, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓബ്ജക്ട്സിൻ്റെ കളേഴ്സ് എല്ലാം നല്ല കളർ ഗ്രേഡിംഗ് ഉള്ള നല്ല ഫ്രെയിമുകളാണ് ഈ സിനിമയിൽ. ഓവറോൾ നല്ല ലൈറ്റിങ് ഉള്ള നല്ല ഫ്രെയിമുകളാണ് സിനിമയിൽ. പിന്നെ വിവേക് ഹർഷൻ്റെ എഡിറ്റിങ്, അതായത് ഈ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ളൊരു മൂവി എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ചലഞ്ചിങ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടെമ്പോ എവിടെയെങ്കിലും പോയാൽ ഓഡിയൻസിന് പെട്ടെന്ന് തന്നെ ഓഡിയൻസിൻ്റെ ഗ്രിപ്പ് ആ സ്ക്രീനിൽ നിന്ന് അങ്ങ് പോകും. പക്ഷെ അത് വളരെ നീറ്റായിട്ട് വിവേക് ഹർഷൻ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള, വളരെ മികച്ച രീതിയിലുള്ള എഡിറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളി ചെയ്തേക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിൽ വരുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിലാണ്. ഈ എന്താ പറയുക, നമ്മുടെ കംപ്ലീറ്റ്ലി പുള്ളി ഈ നോർമലായിട്ട് പുള്ളി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കംപ്ലീറ്റ് പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിങ് പെർഫോമൻസ് ആണ് പുള്ളി ഈ സിനിമയിൽ വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. നമുക്ക് ഭയങ്കര ജോയ് എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തോന്നും പുള്ളിയുടെ ആക്ടിങ് നമുക്ക് കാണുമ്പോഴത്തേക്ക്. നല്ല നല്ല നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളി ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അത് ചില സീൻസൊക്കെ പുള്ളിക്ക് ഡയലോഗ് പോലുമില്ല. പുള്ളിക്ക് ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ഇമോഷൻസൊക്കെ വെച്ചിട്ട് വേണം കോമഡി ആയാലും ചില സെൻറ്റി സീൻസൊക്കെ ആയാലും പ്രസൻറ്റ് ചെയ്യാൻ. അതൊക്കെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വന്നതിൽ ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയായിരിക്കും ഈ ആവേശത്തിലെ രംഗ എന്ന് പറയുന്ന ക്യാരക്ടർ. ഗംഭീരം പെർഫോമൻസാണ്. ഒരു കന്നഡയെ കലർന്ന് മലയാളമൊക്കെ സംസാരിക്കുന്ന വോയിസ് മോഡുലേഷനും ഒക്കെ വളരെ നല്ലവണ്ണം പുള്ളി അത് വർക്കൗട്ടായിട്ടുണ്ട്. വേറെ ഒരുപാട് സപ്പോർട്ടിങ് കാസ്റ്റായിട്ട് വരുന്ന പിന്നെ കുട്ടികളെന്ന് ഞാൻ പറഞ്ഞ 3 പേര്, അവർ നല്ല പെർഫോമൻസാണ്. ഒരു പുതുമുഖങ്ങളാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് അവർ വേറെ സിനിമകളിൽ കണ്ടിട്ടില്ല. പക്ഷേ പുതുമുഖങ്ങളാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് തന്നെ അവർ ഈ ക്യാരക്ടേഴ്സ് ആദ്യം മുതൽ അവസാനം വരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മൻസൂർ അലിഖാനുണ്ട്. പിന്നെ രോമാഞ്ചത്തിൽ തന്നെയുള്ള, എനിക്ക് പുള്ളിയുടെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ആ പുള്ളി ഫഹദ് ഫാസിലിൻ്റെ മെയിൻ പിന്നെ ആളായിട്ട് വരുന്നുണ്ട്. പുള്ളി നല്ല നല്ല പെർഫോമൻസാണ് സിനിമയിൽ. മൊത്തത്തിൽ നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ ലീഡ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സിനെല്ലാം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, നല്ല സ്ക്രീൻ പ്ലേ, അവരുടെ പെർഫോമൻസിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, ഓഡിയൻസിനെ വളരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ. അങ്ങനെ നമുക്ക് ഈ സിനിമ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു പുതിയ വേറെ പ്രോ മാക്സ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് പ്രോ മാക്സ് ആണ് ഈ പടം. നമുക്ക് ഒരു കണ്ണും അടച്ച് പിന്നെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് പടത്തിൻ്റെ മേക്കിങ്ങും എല്ലാം. നല്ല രീതിയിൽ അത് വർക്കൗട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഈ ഈ സിനിമയുടെ ഒരു ഓവറോൾ പിന്നെ ഒരു ടൈമിംഗ് ഒക്കെ ഏതാണ്ട് ഒരു 2.25-3 മണിക്കൂറോളം ഉണ്ടെങ്കിലും നമുക്ക് അത്രയൊന്നും ഫീൽ ചെയ്യത്തില്ല. വളരെ പെട്ടെന്ന് സമയം പോവുകയും ഈ ഇൻ്റർവെലൊക്കെ പെട്ടെന്ന് പോവുകയും, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരുപാട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫാണ്. സാധാരണ സിനിമകളിൽ അതിൽ ചെറിയ വേരിയേഷൻ വരാറുണ്ട്. ഇവിടെ അതുപോലും ഇല്ലാത്ത രീതിയിൽ പുള്ളി ഈ ജിത്തു മാധവൻ ആ സിനിമയെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് ഒക്കെ എനിക്കത് എന്തുമാത്രം പറയണമെന്നതിന് അത്രയും മാത്രം ഗംഭീരമായിട്ട് പുള്ളി ആ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ കഥ
ഇത് എത്ര പേർക്ക് ശരിയായിട്ട് നടന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇതിൻ്റെ കഥ ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കും, എൻ്റെ കോളേജിൽ നടന്ന ഒരു സംഭവമായിട്ട് വളരെ സാമ്യതയുള്ള ഒരു ഒരു സ്റ്റോറി ലൈനാണ് ഈ സിനിമയ്ക്ക്. ഒരുപക്ഷെ എൻ്റെ കോളേജിൽ പഠിച്ച ആൾക്കാർക്ക് ആ സംഭവം ഒരുപക്ഷെ ഓർമ്മ കാണുമായിരിക്കും. ഞങ്ങളുടെയൊക്കെ ജൂനിയർ ഡ്രസ്സിൻ്റെ ഇടയിൽ നടന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. വളരെ ഇതിൻ്റെ ഒരു ത്രെഡിന് ഒരു മെയിൻ ത്രെഡിന് വലിയ സാമ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇത് മാത്രമല്ല, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിഷുവിന് ഒരുപാട് സിനിമകൾ, ജയ് ഗണേശ്, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. എല്ലാ സിനിമകളും കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചില ഇവർ പറഞ്ഞു, ചില കമൻസ് ഞാൻ കണ്ടായിരുന്നു, അതായത് സൗണ്ട് കുറവാണ്, ശ്രദ്ധിക്കണമെന്നുള്ളത്. തീർച്ചയായിട്ടും സൗണ്ട് കുറവാണെന്നുള്ളത് നമുക്ക് അത് പരിഹരിക്കാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങളുടെ ഇതുപോലുള്ള ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഞായറാഴ്ച വിഷുവാണ്. എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു പറയുവാണ്. ഫാമിലിയായിട്ടൊക്കെ ആയിട്ട് നല്ല സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു സിനിമ അറിയും.